അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പണം ചെയ്ത ജീവിതങ്ങൾ. ഇതാ തിരുസഭയിൽ കാരുണ്യത്തിന്റെ പ്രകാശം പരത്തുന്നു. ഇത് ഫാദർ മാത്യു തുണ്ടത്തിൽ MCBS. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ തുടക്കം കുറിച്ച ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്ന കാരുണ്യ ശുശ്രൂഷ കൂട്ടായ്മയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. തൻ്റെ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച ഈ ചൈതന്യം തൻ്റെ ദൈവവിളിയിലും ഉജ്ജ്വലിപ്പിക്കുന്ന വൈദികൻ. ആരോരുമില്ലാത്തവർക്ക് ആശ്രയമാകുവാനും തെരുവിൽ അലയുന്നവരിൽ ക്രിസ്തുമുഖം ദർശിച്ച് ശുശ്രൂഷ ചെയ്യുവാനും പ്രവർത്തിക്കുന്ന ആകാശപ്പറവുകളുടെ കൂട്ടായ്മയെക്കുറിച്ചും തൻ്റെ വ്യക്തിപരമായ ദൈവവിളി അനുഭവങ്ങളും മാത്യു തുണ്ടത്തലച്ചൻ നമ്മോട് പങ്കുവെക്കുന്നു. മാത്യുവച്ച, ശാലോം TV-യിലേക്ക് സ്വാഗതം. ശാലോം TV-യിലെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ അച്ഛനോടൊപ്പമുള്ള ഒരു ആദ്യ എപ്പിസോഡാണിത്. അച്ഛൻ ഫാദർ മാത്യു തുണ്ടത്തിൽ, അല്ലേ? റോണി അച്ഛനും സ്നേഹത്തോടെ വിളിക്കും, അല്ലേ? രണ്ടുപേരുണ്ട് അച്ഛന്. അച്ഛൻ്റെ വീട് എവിടെയാണ്? വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനത്തെ വിശേഷങ്ങൾ ഒന്ന് പറയാമോ അച്ഛൻ? എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ കരിമ്പേലാണ്. കരിമ്പേൽ പ്രോപ്പർ പറയുകയാണെങ്കിൽ ഇടക്കുറിശി എന്ന് പറയും. അവിടെ വീട്ടിൽ ഡാഡിയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ എനിക്കൊരു പെങ്ങളാണ്, എൻ്റെ അനിയത്തി, 3 വയസ്സിനിടയതാണ്. അവൾ സിസ്റ്ററാണ് SIBS സഭയിൽ ആരാധനാമഠത്തിൽ. പിന്നെ വീട്ടിൽ ഇങ്ങനെ ഒരു ആകാശപ്രവളതിൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. കുഞ്ഞുങ്ങളുടെ ഒരു മിനിസ്ട്രിയാണ്. അത് പ്രോ ലൈഫിലൂടെ രക്ഷിച്ചെടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്. ഏതാണ്ട് ഒരു 10-42ഓളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ വീട്ടിലുണ്ട്. അത് അപ്പച്ചനും അമ്മച്ചിയാണെന്നോ? അതെ അതെ, തീർച്ചയായിട്ടും അത്ര വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോണില്ല. അച്ഛന് സാധാരണ പോലെ ഒരു നോർമൽ ഇതിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് അച്ഛനാവാൻ പോയ ആളാണ്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെമിനാരിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് അച്ഛാ ഈ ഒരു ദൈവവിളിയിലേക്ക് അച്ഛൻ നടന്നു വന്ന വഴികൾ ഒന്ന് പറയാൻ പറ്റുമോ? ദൈവവിളിയിലേക്ക് നടന്നു വന്ന വഴികളെന്ന് പറയുമ്പോൾ 1994 ഞാനന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. ആ സമയത്താണ് ഡാഡിയും മമ്മിയും കൂടെ ഒരു കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടാൻ പോയി അങ്ങനെ നവീകരണത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അന്ന് മുതൽ അവർ ഇടവകയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡാഡിയുടെ മമ്മിയുടെ പേരൊന്ന് പറയണമല്ലേ? ഡാഡിയുടെ പേര് ജോർജ്, മമ്മിയുടെ പേര് മോളി. അപ്പോൾ അവരങ്ങനെ പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോവുകയായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവരെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഡാഡിയും മമ്മിയും പിന്നെ കൂടെയുള്ള കുറച്ച് പേരും കൂടെ അവരെല്ലാ ആഴ്ചയിലൊന്ന്, എല്ലാ ശനിയാഴ്ചയും അവർ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ രോഗികളെ സന്ദർശിക്കാനായിട്ട് അവരെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് അവർ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ ഇടവകയുടെ വികാരിയച്ഛനായിരുന്ന സണ്ണി ഊക്കനച്ചൻ, CMI സഭാംഗമായ സണ്ണി ഊക്കനച്ചൻ അച്ഛന് ഇപ്പോൾ അവിടെ തന്നെ ആകാശപ്രവല ശുശ്രൂഷയുണ്ട്, കരിമ്പ ഭാഗത്ത് തന്നെ. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടെ ചെന്നായിപ്പാറയിലുള്ള ദിവ്യഹൃദയാശ്രമം എന്നുള്ള ആകാശപ്രവളുടെ ആദ്യത്തെ ഭവനം, അന്ന് ജോർജ് കുറ്റിക്കലച്ചൻ, ഈ ആകാശപ്രവളുടെ സ്ഥാപകനായിട്ടുള്ള ജോർജ് കുറ്റിക്കലച്ചൻ അന്ന് അവിടെയാണ്. അപ്പോൾ ആ ആശ്രമം കാണുവാനായിട്ട് സന്ദർശിക്കുവാനായിട്ട് ചെല്ലുകയും അവർ 2-3 പ്രാവശ്യം അവർ പോവുകയുണ്ടായി. അതിനുശേഷം പിന്നെ ജോർജ് കുറ്റിക്കലച്ചൻ്റെ ഒരു ധ്യാനം ഇടവപ്പള്ളി വെച്ച് നടത്തി, കരിമ്പേ വെച്ച് നടത്തി. അങ്ങനെ അത് 1997 നടക്കുന്നത്. അങ്ങനെ ആ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആ ഒരു ശൈലിയല്ലായിരുന്നു. ഇത് ധ്യാനത്തിൻ്റെ പേര് തന്നെ പ്രേക്ഷിത പരിശീലന ധ്യാനം എന്നായിരുന്നു. അപ്പോൾ ധ്യാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ധ്യാനത്തിൻ്റെ 4ാമത്തെ ദിവസം ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് പാലക്കാട് ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ജില്ലാ ഹോസ്പിറ്റൽ, അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ഇവർ വിട്ടു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിടുന്ന സമയത്ത് അച്ഛൻ വിട്ടിരുന്നൊരു കാര്യം, നിങ്ങൾ തെരുവോരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭിക്ഷാടകരെ കാണും, അവരുടെ വിശേഷം ചോദിക്കുക. ഇത്രയും നാൾ നമ്മൾ അവർക്ക് ഭിക്ഷ കൊടുത്ത് കാണും, ഇനി അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക, അവരുടെ വീടും നാടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ധ്യാനം ഇന്ന സ്ഥലത്ത് നടത്തപ്പെടുന്നുണ്ട്, കരിമ്പയിൽ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ധ്യാനത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും താല്പര്യപ്പെട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവർ 4-5 ഗ്രൂപ്പുകളായിട്ട് പോയി. ഈ 4-5 ഗ്രൂപ്പുകളിലൂടെ ഏതാണ്ട് 11 പേര്, തെരുവോരങ്ങളിൽ 11 പേര്. അത് അന്ന് 97 സംഭവമാണ്. കുഷ്ഠരോഗികളുണ്ടായിരുന്നു, 1-2 കുഷ്ഠരോഗികളുണ്ടായിരുന്നു, എയ്ഡ്സ് രോഗികളുണ്ടായിരുന്നു,
പിന്നെ പ്രായമായ കുറച്ച് പേര് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് ഇവർ ധ്യാനത്തിന് വന്നു. അപ്പോൾ സാധാരണ അച്ഛൻ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധ്യാനം കഴിയുമ്പോൾ ഒരിടത്ത് ഇങ്ങനെ ഒരു ധ്യാനം കഴിഞ്ഞ് ഒന്നുകിൽ അവിടെ തന്നെ ഒരു ശുശ്രൂഷ, ഇതിന് വേണ്ടിയിട്ട് ആകാശപ്പുറമുള്ള ശുശ്രൂഷ അവിടെ തന്നെ തുറക്കും. അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ദൈവം ക്രമീകരിക്കുന്നില്ല എങ്കിൽ അച്ഛൻ ഇവരെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് അച്ഛനായിരിക്കുന്ന ചെന്നായിപ്പാറയിലേക്ക് വെച്ചും പോരും. അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനം കഴിഞ്ഞപ്പോഴും 5-ാം ദിവസം ധ്യാനം കഴിഞ്ഞപ്പോഴും അച്ഛന് എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് ഇങ്ങനെ ഈ ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, ഇവിടെ ഒരു ശുശ്രൂഷ തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇടവക്കാർക്ക് എല്ലാവർക്കും, വികാരിയച്ഛനും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പെട്ടെന്നൊരു ശുശ്രൂഷ തുടങ്ങാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനിങ്ങനെ ഈ ഭവനത്തിൽ തന്നെ ഇവരെ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ഇപ്പോൾ ഒരു സെൻറ്റർ ഇപ്പോൾ ഒരുക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ആരുടെയെങ്കിലും വീട്ടിൽ ദൈവം പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ സ്വീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഡാഡിയും മമ്മിയും കൂടെ ഒരു തീരുമാനം എടുത്തുനിന്ന് അവരെ വീട്ടിൽ സ്വീകരിച്ചേക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഇവരെ 5-ാം ദിവസം ധ്യാനം കഴിഞ്ഞ് ഡാഡിയും മമ്മിയും കൂടെ വന്നപ്പോൾ ഇവരെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടാണ് വീട്ടിൽ വരുന്നത്. വീട്ടിലോട്ട് വരുന്നത്. ഞാനും പെങ്ങളും അപ്പോൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നില്ല. ഞങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞാനിന്ന് 7 പഠിക്കുന്നു, പെങ്ങളിന്ന് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ആണ് ധ്യാനം കഴിഞ്ഞ് വരുന്നത്. ധ്യാന ടീമംഗങ്ങളുണ്ടായിരുന്നു, ധ്യാനത്തിൽ പങ്കെടുത്ത മറ്റ് ഇടവക്കാരുണ്ടായിരുന്നു, എല്ലാവരും കൂടെ. അങ്ങനെയാണ് 1997 ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ് ഈ ശുശ്രൂഷ വീട്ടിലാരംഭിക്കുന്നത്. പിന്നെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊന്നും എനിക്ക് ഒരു വൈദികനാകുന്നതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ അധികം ചിന്തിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വരികയോ അങ്ങനെയൊന്നും ചെറുപ്പത്തിലൊന്നും അങ്ങനെയൊന്നും അച്ഛനാകുന്നതിനെക്കുറിച്ച് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അച്ഛനാകുന്ന അതൊക്കെ വലിയൊരു കാര്യമാണ്. നമ്മളൊന്നും ആ ഒരു റേഞ്ചിൽ പെട്ട ആളല്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ശുശ്രൂഷയൊക്കെ ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പലരും സന്ദർശിക്കാനായിട്ട്, മക്കളെ കാണാനായിട്ട് ഒക്കെ വരും, ശുശ്രൂഷയെ കാണാനൊക്കെ ആയിട്ട് വരും. അങ്ങനെ പലവരും വരുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, 10-ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോകുന്നുണ്ടോ? അന്നേരം ഞാൻ പിന്നീട് 8-ലേക്ക് 9-ലേക്കൊക്കെ ആയി. അന്നേരം ആ സമയത്തൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ അവരോടൊന്നും ആരോടും സെമിനാരിൽ പോകുന്നുണ്ടെന്നൊരു മറുപടി ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇടേ ദിവസം ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക്, ഇടവപ്പള്ളിയിൽ ഇങ്ങനെ കുർബാനയ്ക്ക് കൂടാനായിട്ട് പോയി. അപ്പോൾ അന്ന് കുർബാനയ്ക്ക് വിടാനായിട്ട് ആ ദിവസങ്ങളിൽ ഞാൻ കുർബാനയ്ക്ക് അസിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് സാധാരണ അസിസ്റ്റ് ചെയ്യുന്ന കുട്ടികളാരും വരാതിരുന്നതുകൊണ്ട് വികാരിച്ചൻ എന്നോട് വന്ന് കുർബാനയ്ക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ കുർബാനയ്ക്ക് കൂടുമ്പോൾ അന്ന് വായിച്ചൊരു വചനഭാഗം എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു. അന്ന് വായിച്ചത് യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ 8, 9, 10 തിരുവചനങ്ങൾ. അവിടെ പിന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് എല്ലാവരെയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത്. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കും എന്നുള്ള ആ ഒരു വചനഭാഗം എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു. അതായത് സ്പർശിച്ചെന്ന് പറഞ്ഞാൽ ഞാനത് ഒത്തിരി എൻ്റെ കുമ്പസാരവുമായിട്ട്, സാധാരണ ഞാൻ നടത്താറുള്ള കുമ്പസാരവുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അവിടെ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നുണയനാക്കി മാറ്റുന്നു എന്നും യോഹന്നാൻ ശ്ലീഹ, അത് 2 എന്നെ ഒത്തിരിയേറെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ തൊട്ട് ഞാൻ സാധാരണ കുമ്പസാരിക്കാനൊക്കെ ആയിട്ട് സാധാരണ എൻ്റെ സൺഡേ സ്കൂളിലൊക്കെ സിസ്റ്റേഴ്സ് 2 ആഴ്ച കൂടിയിട്ടും കുമ്പസാരിക്കാത്ത പിള്ളേരെല്ലാം പിടിച്ച് വികാരിച്ചൻ്റെ അടുത്തേക്ക് വിടുമായിരുന്നു, പോയി കുമ്പസാരിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കണം എന്നുള്ളൊരു ചിന്ത എങ്ങനെയോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനെന്നേരം ഈ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളിതിന് മാത്രം വലിയ പാപം എന്നാ ചെയ്യുന്നത്, കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ പോയി കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വചനം എന്നെ സ്പർശിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു, ഞാനും പലപ്പോഴും ഇങ്ങനെയാണല്ലോ കുമ്പസാരിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ ഒന്ന് എന്നോട് തന്നെ ഞാൻ ആത്മവഞ്ചന ചെയ്യുകയാണ്. പിന്നെ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ആണ് നമ്മളെല്ലാവരുടെയും പാപങ്ങൾ എടുത്തു മാറ്റപ്പെട്ടത്. അപ്പോൾ ആ കുരിശുമരണത്തിന് വേണ്ട വില ഞാൻ കൊടുക്കാതിരിക്കുകയാണല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ കൂടെ കുമ്പസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടെ കുമ്പസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ, എൻ്റെ ഉള്ളിൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങൾ, ഞാൻ പോലും അറിയാതെ ഒത്തിരിയേറെ മാറ്റങ്ങൾ. അത്രയും നാളും ക്രിസ്ത്യൻ ധ്യാനങ്ങൾ ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും ലഭിക്കാത്തൊരു മാറ്റം എൻ്റെ ഉള്ളിൽ കുമ്പസാരം എന്ന കൂദാശയ്ക്ക്
കൂതാശയിലൂടെ കൂടെ കൂടെ നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിലൂടെ എനിക്കുണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച്, ഒരു വൈദിക ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു കൃപ അനേകർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു അഭിഷേകം അനേകർക്ക് കൊടുക്കണം. അപ്പോൾ സാധാരണ ഇപ്പോൾ പലരും എന്നോട് വൈദികനാകുന്നതിനെക്കുറിച്ച് വീട്ടിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പലരും ചോദിച്ചിട്ടുണ്ട്. അന്നേരമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചിന്ത, വീട്ടിലിപ്പോൾ ഈ ശുശ്രൂഷയൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ ഇതിനെക്കാട്ടിയും വലിയ ശുശ്രൂഷ ഈ ലോകത്ത് എന്നാ ഉള്ളത് എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അതിപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ ഡാഡിയും ഒന്നും അച്ഛനായിട്ടൊന്നുമില്ല, അപ്പോൾ അച്ഛനാകാതെ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുക, അന്നേരം പിന്നെ ഒരു അച്ഛനായിട്ടൊരു ആവശ്യമില്ലല്ലോ എന്നുള്ള, അത് വലിയൊരു അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഇതിനെക്കാട്ടി വലിയ ശുശ്രൂഷയൊന്നും ലോകത്തില്ലെന്നുള്ളൊരു, സ്വാഭാവികമായിട്ടും നമ്മൾ അതെ അതെ അതെ, കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ ഈ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹം എന്നിൽ വന്നു. എന്നാലും ഞാനത് ആരോടും പറഞ്ഞൊന്നും ഇല്ലായിരുന്നു. ആഹ് എന്നെ MCBS സഭയിലാണ് ഞാനിപ്പോൾ അംഗമായിരിക്കുന്നത്. MCBS സഭയുടെ കോട്ടയം പ്രൊവിൻസിലാണ്. അപ്പോൾ MCBS സഭയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്കാകെ പരിചയമുള്ള CMI സഭയും കപ്പൂച്ചിൻ സഭയായിരുന്നു. കാരണം CMI സഭയുടെ ഇടവകയാണ് കരിമ്പ ഇടവക എന്ന് പറയുന്നത്. പിന്നെ കപ്പൂച്ചിൻ സഭ, പിന്നെ അവിടെ സീനായി ധ്യാന കേന്ദ്രമുണ്ട് പാലക്കാട്. അപ്പോൾ ആ ധ്യാന കേന്ദ്രമൊക്കെ ആയിട്ട് അവിടെ പലപ്പോഴും ധ്യാനത്തിനും വൺ ഡേ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് കപ്പൂച്ചിൻ സഭ അറിയാം. അതല്ലാതെ വേറെ വലിയ സഭകൾ എനിക്കറിയത്തില്ലായിരുന്നു. MCBS സഭയിൽ ആകെ അറിയാവുന്ന ഒരു അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിക്കലച്ചനായിരുന്നു. പിന്നെ എനിക്കറിയാവുന്നത് ചെന്നായിപ്പാറയിൽ ജോർജ് പേര്. ജോർജ് ചെന്നായിപ്പാറയിലുള്ള ജോർജ് കണ്ണമ്പ്ലാക്കളച്ചനായിരുന്നു. ഇവർ രണ്ടുപേരും മാത്രം MCBSയിൽ നിന്ന് എനിക്ക് സെമിനാരിൽ ചേരുന്ന അന്ന് വരെ എനിക്കറിയാവുന്ന ഏക 2 വൈദികർ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ, എന്നാലും എന്നെ ക്യാമ്പിനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. MCBS സഭയിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്യാമ്പിനൊന്നും പോകാൻ വലിയ താല്പര്യം ഞാൻ കാണിച്ചില്ല, ഞാൻ പോയില്ല. പിന്നെ അങ്ങനെ ക്യാമ്പിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇന്ന് സെമിനാരിൽ പോയേക്കാം. ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഈ സെമിനാരിൽ പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ടെന്നുള്ളൂ. എന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനപ്പോൾ ഓർത്ത് 10 കഴിഞ്ഞ് 2 +2 കഴിയട്ടെ എന്നുള്ളത് ഇന്നലെ തന്നെ ആരോടെങ്കിലുമൊക്കെ പറയാം. പെട്ടെന്ന് പറയാനൊരു ചമ്മൽ, ഒരു മടി ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ക്യാമ്പിൻ്റെ ആ സമയമെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഞാനിങ്ങനെ കുറ്റിക്കലച്ചനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ അങ്ങനെ സെമിനാരി അന്നേരം അച്ഛനൊന്നും പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ കണ്ണമ്പ്ലാക്കളച്ചനുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പിന്നെ സെമിനാരിലേക്ക് പോകുന്നത്. അച്ഛാ, ഞാൻ തീർച്ചയായിട്ടും വൈദികനായതിനു ശേഷമുള്ള ആ ഒരു വിശേഷങ്ങളിലേക്ക് നമുക്ക് വരണം. എങ്കിലും അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ, കാരണം കുറ്റിക്കലച്ചനെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം. എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. ഈ മുമ്പ് പറഞ്ഞതുപോലത്തെ ഒരു ധ്യാനം, പ്രത്യേകിച്ച് ഈ യാചകരായ സഹോദരങ്ങൾ ആകാശപ്പുറകൾ എന്നുള്ള പേരിൽ ധ്യാനം തൊടുപുഴ കോലാനിയിലും മൂവാറ്റുപുഴയിലും ഈ ചെന്നായിപ്പാറ ആശ്രമം വരുന്നതിന് മുമ്പ് നടന്നൊരു കാലത്താണ് ഞാൻ ആ ധ്യാനത്തിന് പോവുകയും എൻ്റെ കാഴ്ചപ്പാടുകളെയൊക്കെ ഒത്തിരി ഇടിച്ച് തകർത്ത് സ്വാധീനിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ്റെ വീട്ടിലെ മാതാപിതാക്കൾ രണ്ടുപേരും കൂടി എത്ര പേരെ വിളിച്ചുകൊണ്ട് വന്ന വീട്ടിലോട്ട്? 11 പേരെ. 11 പേരെ. വീട്ടിൽ എത്ര മുറി ഉണ്ടായിരുന്നു? വീട്ടിൽ അന്ന് ഇന്നത്തെ സൗകര്യമൊന്നും ഇല്ല. അന്നൊരു 4-5 മുറി, 3 മുറി, 3 മുറി, അടുക്കളയും ആ. ഇതൊക്കെ കൂടി. ആ, അപ്പൊ നിങ്ങളും എല്ലാം ഈ മുറിക്കകത്ത് തന്നെയാണ്, അതെ മക്കളും എല്ലാം. അതെ ആ ഓർമ്മകളൊന്ന് പറയാമോ അച്ഛാ? ഒന്നുകൂടെ ഒന്ന്, അങ്ങനത്തെ ഒരു സാഹചര്യം എങ്ങനെ നിങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തു, എങ്ങനെ അത് നിങ്ങൾക്ക് ഒന്ന് പറയാമോ അച്ഛാ? അതായത് അന്നെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് എല്ലാ രീതിയിലും, ആത്മീയമായിട്ടാണേലും ഭൗതികമായിട്ടാണേലും. അന്ന് വരെ ഡാഡിയും മമ്മിയും ഞാനും എൻ്റെ പെങ്ങളും, അത്രയും 4 പേരേ ഉള്ളൂ വീട്ടിൽ. പിന്നെ പിന്നെ ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരു ആഘോഷത്തിൻ്റെ, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ആഘോഷം, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ ഇതങ്ങനെയല്ല, പിന്നീട് മൊത്തം അങ്ങോട്ട് ആഘോഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ വളരെ സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആത്മീയമായിട്ട് നോക്കിക്കഴിഞ്ഞാലും അത്രയും നാളുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുടെ രീതിയല്ല, അന്തരീക്ഷമൊക്കെ മാറി. പിന്നീട് ഇപ്പോൾ എന്താ പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന പോലെയല്ല. കാരണം വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം പ്രാർത്ഥനയാണ്. വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ, 5:30-6 മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 9, 9:30, 10 മണി വരെയൊക്കെ പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ ആത്മീയമായിട്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അത് ഞങ്ങൾ അത്രയും നാൾ ഞങ്ങൾ 4 പേർ, ഡാഡിയും മമ്മിയും ഞാനും പെങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഞങ്ങൾ പറ്റുന്ന എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്. പിന്നെ ശുശ്രൂഷയൊക്കെ തുടങ്ങിയ 2-3-4 മാസം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിന്നെ തെരുവിൽ നിന്നുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അന്നത്തെ പ്രായത്തിൽ ഒരു 12, 13, 14 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങളെല്ലാവരും കൂടെ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് വീട്ടിൽ നിന്നൊരു, ഇന്ന് വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ട്, അന്ന് വീട്ടിൽ വണ്ടിയൊന്നുമില്ല. അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ നടക്കണം. 6:30 കുർബാനയ്ക്ക് ഞങ്ങൾ രാവിലെ ഒരു 5:55, 6 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ലൈനായിട്ട് വീട് തൊട്ട് തന്നെ കൈ കൊന്തയും പിടിച്ചുകൊണ്ട് ഉറക്ക കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു ആത്മീയമായിട്ടാണെങ്കിലും വളരെ ആഘോഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്ന് പലപ്പോഴും ഞാനിങ്ങനെ
വീട്ടിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ വേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ അനുഭവങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എപ്പോഴും ഒരു എൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒത്തിരിയേറെ വളർത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഒത്തിരി ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ഇനി മാനസികമായിട്ടാണെങ്കിലും ഒത്തിരിയേറെ എന്നെ വളർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലാണേലും ഞാൻ അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ്. അപ്പോൾ അന്ന് ആ സ്കൂളിന് സ്കൂൾ ബസ്സുകളൊന്നുമില്ല. അങ്ങനെ ഒരു 97, 98 ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് ഞങ്ങൾ ആ സ്കൂളിലേക്കാണെങ്കിൽ രാവിലെ ലൈൻ ബസ്സിന് പോകുന്നത് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. തൂങ്ങി പിടിച്ചൊക്കെ പോകണം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നടന്നാണ് പോകുന്നത്. ഒരു 1-1.25 മണിക്കൂർ നടക്കാനുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനും ഉണ്ട്, പെങ്ങളും ഉണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന മറ്റു പിള്ളേരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷമായിട്ട് രാവിലെ അങ്ങോട്ട് നടന്നു പോകുന്നു, തിരിച്ചിങ്ങോട്ടും നടന്നു വരുന്നു. അങ്ങനെ ഒരു 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 കൂട്ടുകുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. അതും പിന്നെ മാത്രമല്ല ഡാഡിയും മമ്മിയും വളരെ ഒരു കാര്യത്തിൽ നിഷ്ഠ പുലർത്തിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നടക്കണം. ഒന്നുകിൽ കൊന്ത ചൊല്ലിക്കൊണ്ട് നടക്കണം, അല്ലാതെ വർത്തമാനം പറഞ്ഞ് നടക്കാനും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അതും എൻ്റെ ആത്മീയ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തെയാണെങ്കിലും ഇന്നാണെങ്കിലും പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടാണെങ്കിലും ഒട്ടും സമയമൊന്നും പാഴാക്കരുത്, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയിലായി അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഇനിയിപ്പോൾ കുറച്ചൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ചിന്ത എപ്പോഴും എൻ്റെ ഉള്ളിൽ ലഭിക്കാനായിട്ട് ഇതൊക്കെ കാരണമായിട്ടുണ്ട്. എനിക്കിവിടെ കുറ്റിക്കലച്ചൻ കേരളത്തിലൊരു വിപ്ലവം സൃഷ്ടിച്ച ആളാണ്. കാരണം ഒരുപക്ഷെ ചില സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ വൈദികരോ മാത്രം അങ്ങനെ ഇത്തരത്തിലുള്ള കരുണാലയങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആലയങ്ങൾ നടത്തിയിരുന്നൊരു കാലത്ത് നിന്ന് അൽമായരായിട്ടുള്ള ആളുകൾ, സാധാരണ ആളുകൾ കുടുംബ സാഹചര്യങ്ങളിലേക്ക് ഇത്തരം ശുശ്രൂഷകൾക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണമായത് അച്ഛനാണ്. അച്ഛൻ ഇത് പറയുമ്പോൾ മുഴുവൻ ഞാൻ ഇമാജിൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. ഞാൻ അങ്ങനെ സാഹചര്യങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ. എനിക്ക് അതിനെക്കുറിച്ചുകൂടെ അറിയാൻ താല്പര്യമുണ്ട്. അച്ഛൻ ഇങ്ങനെ വീട്ടിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്ന് പറയണോണ്ടാണ് ചോദിക്കുന്നത്. അച്ഛൻ്റെ പ്രായക്കാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ മുൻപരിചയമില്ലാത്ത ആളുകൾ പലരും വരുമ്പോൾ ഒരിക്കലും ഈ മക്കളിൽ നിന്ന് നിങ്ങളെ തിരിച്ചറിയാറില്ലല്ലോ പലപ്പോഴും. ഇല്ലില്ല. ഇല്ലേ? അതൊരു വളരെ വളരെ ഹൃദയഭേദകമായ ഒരു അനുഭവമല്ലേ? കാരണം സ്വന്തം മക്കളെപ്പോലും തിരിച്ചു വ്യത്യാസമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും മനസ്സിലാവാതെ എല്ലാവരും ഒരുമിച്ച്, തീർച്ചയായിട്ടും മുൻപറിയാവുന്നവർക്ക് അറിയാമെന്നല്ലാതെ വീട്ടിൽ വരുന്നവർക്ക് എല്ലാവരും ഒരുപോലെ കരുതുന്നൊരു കുടുംബാന്തരീക്ഷം. എന്തെങ്കിലും അതിനെക്കുറിച്ച് ഓർമ്മകളുണ്ടോ പറയാൻ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുക പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഹൃദയഭേദകമായിട്ടുള്ളൊരു അനുഭവമാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നു, അപ്പോൾ മക്കളെല്ലാം പരിചയപ്പെടുന്നു. അതിൽ നിന്ന് ഡാഡിയുടെ മമ്മിയുടെ സ്വന്തം മകനാണ് ഇവനെന്ന് പറയുന്നില്ല. അപ്പോൾ പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷം നൽകുന്നതാണ് ആ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത്രയും പേരുടെ ഒരുമിച്ചുള്ള അന്ന് 22 പേര്, ഈ 22 പേരെ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ആ ഹൃദയഭേദകം എന്ന് പറയുന്ന ആ അനുഭവത്തേക്കാൾ ഉപരിയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കാരണം അതിനേക്കാൾ വലിയ സന്തോഷം ഈ കൂട്ടായ്മ, ഈ ബാക്കി എൻ്റെ പ്രായത്തിലുള്ള ഈ കുഞ്ഞുങ്ങളുടെ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വേദനയുടെ ഇവരെല്ലാം കൂടെ വന്നുകൊണ്ട് എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടല്ലോ അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഞാൻ പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നീട് സെമിനാരിലേക്ക് പോന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ അച്ഛനായി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ പണ്ട് കാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് അതിനെക്കുറിച്ച് ഞാൻ അത്രയും ബോധേഡല്ലായിരുന്നു. ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനേക്കാൾ വലിയൊരു ആനന്ദം ആ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് നൽകിയതുകൊണ്ട്, അവിടെ നിന്ന് എനിക്ക് ലഭിച്ചതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതൊരിക്കലും വലിയൊരു ദൈവകൃപയാണ്. കാരണം അച്ഛനും പെങ്ങൾക്കും മാതാപിതാക്കൾ തീർച്ചയായിട്ടും പ്രായമായി എടുത്തൊരു തീരുമാനം, അതിൻ്റെ നടുവിൽ നിങ്ങൾക്കും അങ്ങനെ ഇത്രയും വലിയൊരു ആനന്ദമായിട്ട് അതിനെ കാണാൻ പറ്റിയത് വലിയൊരു ദൈവകൃപയാണ്, ഒരു സംശയമില്ല. അതിന് ശേഷം ഞാൻ മുമ്പോട്ട് എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത്, വൈദികനായതിനു ശേഷം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രചോദനത്തിൽ തമ്പുരാൻ വഴി നടത്തി വൈദികനായതിനു ശേഷം അച്ഛൻ ഒരു വൈദിക ജീവിതത്തെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറയാൻ തോന്നുന്നു? വൈദിക ജീവിതം ഞാൻ സെമിനാരിലേക്ക് പോകാൻ തീരുമാനമെടുത്ത് സെമിനാരിലേക്ക് പോകുന്ന ആ സമയം തൊട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു വൈദിക ജീവിതം അതല്ലായിരുന്നു, മറിച്ച് ഒരു വ്യത്യസ്തനായ ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സെമിനാരിലേക്ക് പോകുന്നപ്പോൾ എനിക്ക് ഈ ആകാശപരമുള്ള ശുശ്രൂഷയിലേക്ക് തന്നെ ഭാവിയിൽ വരണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ സെമിനാരിലേക്ക് പോകുന്ന കഴിഞ്ഞൊരു 1 വർഷം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആ ആഗ്രഹം ഇതിൽ നിന്ന് പോയി. കാരണം ഞാൻ ചെന്ന് ചേർന്നത് MCB സഭയിലാണ്. MCB സഭയുടെ കോട്ടയം പ്രൊവിൻസിലാണ്. കുറ്റിക്കലച്ചനും ഇതേ സഭാംഗം, ഇതേ പ്രൊവിൻസിലെ അംഗം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരച്ഛനുണ്ടല്ലോ ഈ ശുശ്രൂഷ, ഇനി ഒരച്ഛനും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് വൈദികനായി ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത
തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് ആകാശപുരമുള്ള ശുശ്രൂഷ മേഖലയിലേക്കില്ല. മറ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശുശ്രൂഷ മേഖല കണ്ടെത്തി അങ്ങോട്ട് ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല ഞാനത് എല്ലാ ദിവസവും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെമിനാരി ജീവിത കാലഘട്ടത്തിൽ 12 വർഷത്തെ സെമിനാരി ജീവിത കാലഘട്ടത്തിൽ ഒട്ടുമിക്ക നാളുകളിൽ ഞാനത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തനായ ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെ. അങ്ങനെ പല സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ എന്താ ഈ ചുവന്ന തെരുവിലുള്ള സഹോദരിമാർക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെ വചനപ്രഘോഷകനാകണം. അപ്പോൾ അങ്ങനെ പല മേഖലകളിലൂടെ ഒക്കെ എൻ്റെ ചിന്തകൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഞാനത് കുറച്ചും കൂടെ ഈ തിയോളജി പഠന കാലഘട്ടത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത, സഭയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് വൈദികർ മാത്രം ചെയ്യുന്നൊരു കാര്യമാകരുത്. ഏത് ശുശ്രൂഷ മേഖല അത് അൽമായർക്കും വേണ്ട പ്രാധാന്യം കൊടുക്കണം, സമർപ്പിതർക്കും വേണ്ട പ്രാധാന്യം കൊടുക്കണം, വൈദികർക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ മേഖലയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ആ സമയത്ത് ആകാശപുരമുള്ള ശുശ്രൂഷയിലേക്ക് കുറ്റിക്കലച്ചൻ്റെ കൂടെ വരണമെന്നോ അങ്ങനെ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. സെമിനാരി ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. സെമിനാറിലായിരുന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ കുറ്റിക്കലച്ചൻ്റെ കൂടെ പോകാനാണോ ആകാശപുരമുള്ള ശുശ്രൂഷയാണ്. ഞാൻ പക്ഷേ ആർക്കും മറുപടി കൊടുത്തിട്ടുമില്ല. ഇനി നോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ അങ്ങോട്ട് പോകാൻ തന്നെയാണ് എന്ന് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു കാരണവശാലും പോകരുത് എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു വെറൈറ്റി, ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു മുഖം, സഭയുടെ വേറൊരു ശുശ്രൂഷ മേഖല ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ അൽമായരെയും സമർപ്പിതരെയും ഇവരെല്ലാവരെയും കൂടെ ചേർത്തിണക്കിക്കൊണ്ടുള്ളൊരു ശുശ്രൂഷ മേഖലയെക്കുറിച്ച് പല ശുശ്രൂഷ മേഖലയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സബ് ഡീക്കനായിരുന്ന കാലഘട്ടത്തിൽ, അതായത് തിയോളജി സെക്കൻഡ് ഇയർ ആയിരുന്ന കാലഘട്ടത്തിൽ, കുറ്റിക്കലച്ചൻ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി, ഞങ്ങൾക്കല്ല ഡീക്കന്മാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ സീനിയർ ബാച്ചിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഞാൻ തിയോളജി പഠിച്ചത് താമരശ്ശേരി സനാതന സെമിനാരിലാണ് പഠിച്ചത്, MCU സഭയുടെ തന്നെ. അപ്പോൾ അവിടെ ക്ലാസ് എടുക്കുവാനായിട്ട് അച്ഛൻ കടന്നു വരികയുണ്ടായി. അങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് ഡീക്കന്മാർക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ അച്ഛൻ മുറിയിലേക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ നേരെ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, ഞാൻ നേരെ അച്ഛനോട് ആകാശപുരമുള്ള ശുശ്രൂഷ മേഖലയിലേക്ക് വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ അച്ഛന് വിഷമമാകണ്ടല്ലോ, കാരണം അച്ഛന് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞാൻ വരും എന്നൊരു. പക്ഷേ എൻ്റെ മനസ്സിൽ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെന്ന് ഇങ്ങോട്ട് വരണമെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു, ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഇത് ആകാശപുരമുള്ള ശുശ്രൂഷ മേഖലയിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം പറയാതെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനൊരു ശുശ്രൂഷ മേഖല, ഇങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈദികരെയും അൽമായരെയും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, സമർപ്പിതരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, നേരെ അച്ഛൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ആകാശപുരമുള്ള ശുശ്രൂഷ മേഖല എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഇവിടെ വൈദികരും ഉണ്ട്, സമർപ്പിതരും ഉണ്ട്, അൽമായരും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ രാവിലെ മെഡിറ്റേഷൻ സമയത്തൊക്കെ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ ചിന്തകളാണ് അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറയുന്നത്. ഞാനൊരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛനോട് ഷെയർ ചെയ്തിട്ടില്ല. അച്ഛന് ഇന്ന ഈ കാര്യങ്ങളൊക്കെ ഈ ആകാശപുരമുള്ള ശുശ്രൂഷ മേഖലയിലുണ്ട്, ഇനി ഭാവിയിൽ ഇന്ന സാധ്യതകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഉള്ളിൽ ആ ദിവസങ്ങളിൽ, അതിന് നേരത്തെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലല്ല, ആ ദിവസം ആ നാളുകളിൽ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ ചിന്തകളാണ് അച്ഛൻ ഇങ്ങോട്ട് പറയുന്നത്. അപ്പോൾ അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് മാറുകയാണ്. ഞാൻ അപ്പോൾ ചിന്തിക്കുകയാണ്, ഇപ്പം എൻ്റെ ഉള്ളിലേക്ക് കർത്താവ് തന്ന ചിന്ത തന്നെയാണല്ലോ അച്ഛൻ പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുകയാണ് എന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തോന്നുക മാത്രമല്ല, ശക്തമായിട്ടുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നതും. പിന്നെ ഞാൻ പിന്നീട് അവധിയുടെ സമയത്ത് പ്രൊവിൻഷ്യാളച്ചനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം അന്ന് പ്രൊവിൻഷ്യാളച്ചനോട് പറഞ്ഞപ്പോൾ പ്രൊവിൻഷ്യാളച്ചൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെ ആകാശപുരമുള്ള ശുശ്രൂഷ മേഖലയിലേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ സെമിനാരി ജീവിത കാലഘട്ടത്തിൽ എത്ര പ്രാവശ്യം ആകാശപുരമുള്ള ആശ്രമത്തിൽ സെൻറ്ററിൽ പോയിട്ടുണ്ട്, ചെന്നായിപ്പാറയിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മലയാറ്റൂർ ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാരി ജീവിത കാലഘട്ടത്തിൽ ചെന്നായിപ്പാറയിൽ മൈനസ് സെമിനാരിലായിരുന്നപ്പോൾ 1-2 പ്രാവശ്യം പോയതല്ല. ഞാൻ പിന്നെ ആ പ്രദേശത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എനിക്ക് ഭാവിയിൽ ഈ ഒരു മേഖലയ്ക്ക് വരണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നീടാണ് ഞാനിങ്ങനെ ഡീക്കനൊക്കെ ആയി കഴിയുമ്പോൾ ഈ ചെറിയ രീതിയിലൊക്കെ അവധിയുടെ സമയത്തൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയത്. പിന്നീട് അച്ഛനായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. തീർച്ചയായിട്ടും ആകാശപ്പുറവുകളുമായി ബന്ധപ്പെട്ടുള്ള അച്ഛൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ മേഖലയെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ അച്ഛൻ കൂടുതൽ പറയണം.
ഞാൻ എങ്കിലും ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അച്ഛാ, ദൈവാശ്രയത്വം എന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ, അത് അച്ഛനെ ഏറ്റവും കൂടുതൽ കണ്ടു വളർന്നിട്ടുണ്ടാവാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അച്ഛൻ്റെ വീടായിരിക്കും. കാരണം ഈ 11 അല്ലെങ്കിൽ 17 ആളുകളെ കൊണ്ട് വീട്ടിലോട്ട് വന്നിട്ട് ഇവർക്ക് എങ്ങനെ എല്ലാ ദിവസവും അവരുടെ ഭക്ഷണവും കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു പൈസ സ്വരൂപിച്ച് വെച്ചിട്ടല്ലല്ലോ അപ്പനും അമ്മയും വീട്ടിലോട്ട് ഇവരെ കൊണ്ട് വന്നിട്ടുള്ളത്. അത് അന്നന്ന് കാര്യങ്ങൾ അമ്മ നടക്കുന്ന ഒരു ദൈവാശ്രയത്വം അവർക്ക് ഉണ്ടായി കാണും. അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വെച്ചോ അവസാനം? അതായത് 1997 വീട്ടിൽ ഈ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് നാൾ 2-3 മാസമൊക്കെ ഇടവകപ്പള്ളിയിൽ നിന്ന് അവരെല്ലാം നന്ന സഹായിക്കുമായിരുന്നു. നമുക്ക് ഒരു പലചരക്ക് കടയിൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, നമുക്ക് പോയി സാധനങ്ങൾ മേടിച്ചാൽ മതി, അവർ പൈസ കൊടുത്തോളും. അപ്പോൾ ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇടവക്കാരെല്ലാവരും കൂടെ പൊതുവായിട്ട് വേറെ സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇടവകയുടെ ശ്രദ്ധ അങ്ങോട്ട് മാറി. നേരം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്ന് വീട്ടിൽ ഡാഡിക്കും മമ്മിക്കോ ഒന്നും അന്ന് മറ്റാരുമായിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ചൊന്നും വലിയ കാഴ്ചപ്പാടില്ലായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം അരിയെല്ലാം തീർന്നിട്ട് ഞങ്ങളന്ന് വീട്ടിൽ ഏതാണ്ട് 10, 15, 16 പിള്ളേരുണ്ട്. അപ്പോൾ അരിയെല്ലാം തീർന്നിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. തലേ ദിവസം വെച്ച ചോറ് പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ ഇല്ല എന്ന് കണ്ടതുകൊണ്ട് കഞ്ഞിവെള്ളം നീട്ടി വെച്ച് പിറ്റേ ദിവസം അത് ഒന്നും കൂടെ കുറച്ച് ചോറുണ്ടാകും ഒന്നും കൂടെ തിളപ്പിച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് തിളപ്പിച്ച് രാവിലെ അതിലെ ചോറുണ്ടു, ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളം കുടിച്ചു, വൈകുന്നേരം കഴിക്കാൻ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥ. അതിൻ്റെ അടുത്ത ദിവസമാണെങ്കിൽ ഒന്നുമില്ല, ഒരു സാധനം വീട്ടിലില്ല. എല്ലാവർക്കും ഒരേ ഭക്ഷണം. ഒന്ന് പുറത്ത് പോയി മേടിക്കാനായിട്ട് പൈസയില്ല. ഇനി നമ്മൾ സാധാരണ അത്രയും നാൾ മേടിച്ചുകൊണ്ടിരുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറ്റി തരികയില്ല. കാരണം നമുക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരം ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. കുട്ടികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഡാഡിയും മമ്മിയും കുറച്ച് വീടുകളിലൂടെയൊക്കെ പോയി പൈസ കളക്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. അതെ. അങ്ങനെ പോയി കുറച്ച് വീടുകളിൽ പോയി കഴിഞ്ഞിട്ടും തിരിച്ചു വന്നിട്ട് ഉച്ച വരെ നോക്കി കഴിഞ്ഞിട്ടും ഒരു ചാക്ക് കുറച്ച് അരി മേടിക്കേണ്ട പൈസ കിട്ടിയില്ല. അപ്പോൾ 97 അന്ന് 10 രൂപ വെച്ച് തന്നവരുണ്ട്, 20 രൂപ വെച്ച് 100 രൂപ, അല്ല വലിയ സംഖ്യകളൊന്നും ആരും തന്നില്ല. അപ്പോൾ പക്ഷേ അരി മേടിക്കാനുള്ള പൈസ അന്ന് കിട്ടിയില്ല. ഏതായാലും അന്ന് ഉച്ചയായതിനും ഡാഡിയും മമ്മിയും കൂടെ വന്ന് അന്ന് വീട്ടിൽ ചെറിയൊരു പ്രാർത്ഥന മുറിയുണ്ട്. അപ്പോൾ പ്രാർത്ഥന മുറി വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഈശോടന്ന് പറയുകയാണ്, ഇനി ഒരു കാലത്തും ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ശുശ്രൂഷാ മേഖലയുടെ എതിലൂടെ പോയി കഴിഞ്ഞാലും ഒരിക്കലും ആരോടും പൈസ ചോദിക്കുന്ന പരിപാടിയില്ല. നിനക്ക് ഞങ്ങൾ കഴിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൈസ തന്നേര്, അതല്ലാതെ ആരോടും ചോദിച്ച് പൈസ മേടിക്കില്ലെന്ന് തീരുമാനമെടുത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ മലപ്പുറം ഭാഗത്തുനിന്ന് ഒരു ഗ്രൂപ്പ് വീട്ടിലേക്ക് വരികയാണ്. അവർ വീട്ടിലേക്ക് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ വഴിതെറ്റി വന്നതാണ്. അവരപ്പുറത്ത് വേറെ ഇടവക്കാരെല്ലാം കൂടെ ഒരു സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടാകും, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അവർ വഴിതെറ്റി ആരോ വന്ന് ആ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ആകാശപ്പുറമുള്ള ആശ്രമം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവർ വീട്ടിൽ വന്നതാണ്. അങ്ങനെ വീട്ടിൽ വന്ന് അവർ 1500 രൂപയും കണ്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ തന്നു. ഏതാണ്ട് ഒരു ചാക്ക് അരിക്ക് വേണ്ട പൈസ അവർ തന്നു. അവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, വഴിതെറ്റിപ്പോയാൽ മനസ്സിലായി. പിന്നെ അവർ പറഞ്ഞു വന്നല്ലോ, ഏതായാലും ഇവിടെ പൈസ കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ പൈസ തന്നിട്ട് പോയി. ഏതായാലും അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ ഇപ്പോൾ ഏതാണ്ട് 20 വർഷം പൂർത്തിയായി. ഇന്ന് വരെ വീട്ടിൽ അന്നു വേണ്ടുന്ന ആഹാരത്തിന് ഒരിക്കൽ പോലും ദൈവം മുട്ടുവരുത്തിയിട്ടില്ല. ഞെരുക്കങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടത്തി വിട്ടിട്ടുണ്ടെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ പോലും ദൈവം തമ്പുരാൻ മുട്ടുവരുത്തിയിട്ടില്ല. പക്ഷെ അത് കണ്ടു വളർന്നത് തന്നെയാണ് അച്ഛൻ്റെ ഏറ്റവും വലിയൊരു മേന്മ എന്നും അച്ഛനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ദൈവാശ്രയത്വത്തിൻ്റെ ഒരു മനോഭാവവും ശൈലിയും അച്ഛനിലുണ്ട്. തീർച്ചയായിട്ടും ദൈവം വിളിച്ചേൽപ്പിച്ച മനോഹരമായ ശുശ്രൂഷയോട് മാതാപിതാക്കൾ വിശ്വസ്തരായതിൻ്റെ ഫലവും കൂടിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും തീഷ്ണതയുള്ള ധാരാളം റാഡിക്കലായിട്ടുള്ള മിഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വൈദികൻ. അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ വിലയേറിയ പങ്കുവെക്കലുകൾക്ക് എല്ലാറ്റിലും ഉപരി ആ വീട്ടിലേക്ക് മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് വന്ന ആ കുട്ടികളുടെയും മറ്റുള്ളവരുടെയും കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ ഐഡൻറ്റിറ്റിയും കീപ്പ് ചെയ്യാതെ അവരിലൊരാളായി ജീവിക്കാൻ അച്ഛൻ കാണിച്ച, അനിയത്തി കാണിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് സാഹചര്യം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അച്ഛന് സ്നേഹത്തോടെ നന്ദി. ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാകുവാൻ വിളി ലഭിച്ച വ്യക്തിത്വങ്ങൾ, ആരുമില്ലാത്തവർക്ക് തണലാകുന്ന വൈദികർ, ദിവ്യകാരുണ്യത്തിലേക്ക് നടന്നെടുക്കും തോറും ഇവർക്ക് കൂടുതൽ ചൈതന്യം ലഭിക്കുന്നു. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷ ദീപം കൈകളിലേന്തി യാത്രയാകുന്ന ഇവർ നമുക്കും
നന്മയുടെ പ്രകാശമേകുന്നു. ജോഷുവയുടെ പിന്മുറക്കാർക്ക് പ്രണാമം. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.